ബസ് ഉടമകളുടെ ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് വടകര പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന രൂക്ഷമായ പ്രതിസന്ധികൾ കൺവെൻഷൻ ചർച്ച ചെയ്യും. ചടങ്ങിൽ വിലങ്ങാട് ദുരിതാശ്വാസ ഫണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ് വിലങ്ങാട് സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി വിൽസൺ മുട്ടത്തുകുന്നലിന് കൈമാറും. സംസ്ഥാന സെക്രട്ടറി ഹംസ ഇരിക്കുന്നൽ മുഖ്യപ്രഭാഷണം നടത്തും. ശരണ്യ മനോജ് മുഖ്യാതിഥിയാവും. ഇന്ന് ബസ് ഉടമകൾ നേരിടുന്ന പ്രതിസന്ധികളെ പറ്റിയിട്ട് ഞങ്ങൾ കാലാകാലമായി ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നുള്ള സർക്കാർ അതിന് ഒരു മറുപടി ഇതുവരെ തന്നിട്ടില്ല. അതിനെതിരെ ഒന്നും പിന്നെ അനാവശ്യ ഫോട്ടോ എടുത്തിട്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും പോലീസും ക്യാമറ എടുത്തിട്ട് ഫൈൻ ഈടാക്കുന്ന സംവിധാനത്തിന് ഏതൊരു ശിക്ഷ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബോധ്യപ്പെടുത്തണ്ടേ ഇന്ന ശിക്ഷ ചെയ്യുന്നുള്ള. അപ്പോൾ ഇത് ശിക്ഷ ചെയ്യുന്ന ആൾക്കല്ല പിന്നെ ഈ ഫൈൻ ഈടാക്കുന്നത് മുതലാളിമാരാണ് അടക്കുന്നത്. അതെന്താണ് ശിക്ഷ പോലും അറിയാതെ ഇങ്ങനെ ഫോണിൽ വരുന്നുകൊണ്ടിരിക്കുക മെസ്സേജ്. അപ്പോൾ അതിനെതിരെയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും ഞങ്ങൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളും അഭിമുഖീകരിച്ചുകൊണ്ടുള്ള കൺവെൻഷനാണ് ശനിയാഴ്ച നടക്കുന്നത്. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ്, അതിൽ മുഖ്യാതിഥിയായിട്ട് വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ്, ജനറൽ സെക്രട്ടറി ഹംസ ഇരിക്കുന്നൽ എന്നിവരും അതോടനുബന്ധിച്ച് വെലങ്ങാടുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടൽ സംസ്ഥാന ഫെഡറേഷൻ എന്ന പ്രകാരം കാരുണ്യയാത്ര നടത്തിയ വകയിൽ ഏകദേശം 2.2 കോടി 2.3 ലക്ഷം രൂപ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും വടകരയിൽ നിന്ന് സർവീസ് നടത്തിയ വകയിൽ 7 ലക്ഷം രൂപ വെലങ്ങാടുള്ള ഒരു ജനകീയ സമിതി അന്ന് ഏൽപ്പിക്കുന്നതായിരിക്കും. അത് ഏറ്റുവാങ്ങുന്നത് ഫാദർ വിൽസൺ മുട്ടത്തുകുന്നൻ. അതിന് മുന്നോടിയായിട്ട് 10-20 ബസ്സുകൾ ഓടിയത് 3,40,000 വെലങ്ങാട് ഏൽപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സെൽവ കുഞ്ഞമ്മദ്, ജനറൽ സെക്രട്ടറി AP ഹരിദാസൻ, ട്രഷറർ ജിജു കുമാർ, സെൻട്രൽ കമ്മിറ്റി മെമ്പർ ഉഷസ് ഗോപാലൻ എന്നിവർ പങ്കെടുത്തു.